നമസ്കാരം. ഔപചാരിക നിയമവിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു വ്യക്തി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മളിൽ എത്ര പേർക്കറിയാം? അദ്ദേഹമാണ് ജസ്റ്റിസ് കൈലാസ് നാഥ് വാൻഷു അഥവാ KN വാൻഷു. 1903 ഫെബ്രുവരി മാസം 25 ഉത്തരേന്ത്യയിലെ ഒരു കായസ്ഥ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ വിദ്യാഭ്യാസത്തിനും സർക്കാർ സേവനത്തിനും പ്രാധാന്യം നൽകിയിരുന്ന ഒരു മധ്യവർഗ പശ്ചാത്തലത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കാൺപൂരിലെ പൃഥ്വിനാഥ് ഹൈസ്കൂളിൽ നിന്ന് നേടിയതിനു ശേഷം കാൺപൂരിലെ തന്നെ മ്യൂർ കോളേജിൽ നിന്ന് BA ബിരുദവും നേടി. തുടർന്ന് 1924 അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി. ICS പരിശീലനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പരിശീലനത്തിൻ്റെ ഭാഗമായി ക്രിമിനൽ ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നീ വിഷയങ്ങളിൽ ശക്തമായ പ്രായോഗിക പരിജ്ഞാനം ലഭിച്ചു. അതാണ് ഔപചാരികമായ നിയമവിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും വാൻഷുവിന് ഗഗനമായ നിയമബോധം നൽകിയത്. അദ്ദേഹത്തിൻ്റെ സമയത്ത് സീനിയർ സിവിൽ സർവീസ് ഓഫീസർമാർക്ക് നിയമത്തിൽ അറിവും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയവും ഉള്ള പക്ഷം അവരെ ജഡ്ജിമാരായിട്ട് നിയമിക്കുമായിരുന്നു. ICS ഉദ്യോഗസ്ഥനായി സേവനം ആരംഭിച്ച വാൻഷുവിൻ്റെ അഗാധമായ പ്രവൃത്തി പരിചയവും അതുപോലെ തന്നെ ക്രിമിനൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലുള്ള പരിജ്ഞാനവും മൂലം അദ്ദേഹത്തെ 1926 ഡിസംബർ മാസം 1 ജോയിൻറ്റ് മജിസ്ട്രേറ്റായിട്ട് നിയമിച്ചു. തുടർന്ന് അദ്ദേഹം മജിസ്ട്രേറ്റ്, സെഷൻ ജഡ്ജ്, ജില്ലാ ജഡ്ജ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് ക്രിമിനൽ കേസുകളും സിവിൽ കേസുകളും നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള അവസരം ലഭിച്ചു. അതിലുപരി അദ്ദേഹം പ്രായോഗിക തലത്തിലുള്ള നിയമ പരിചയം സമ്പാദിച്ചു. തുടർന്ന് അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായി നിയമിച്ചു. അവിടെ നിന്നും അദ്ദേഹത്തെ രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. അവിടെ നിന്നും അദ്ദേഹത്തെ സുപ്രീം കോടതി ജഡ്ജിയാക്കി നിയമിച്ചു. തുടർന്ന് അദ്ദേഹം ഇന്ത്യയുടെ 10ാമത് ചീഫ് ജസ്റ്റിസ് ആയി. 1967 ഏപ്രിൽ മാസം 25 മുതൽ 1968 ഫെബ്രുവരി മാസം 24 വരെ ആയിരുന്നു അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ വിധികളിൽ ഏറ്റവും പ്രശസ്തമായത് 1961 ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് ഈ ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർ ആരാണെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 35A ബന്ധപ്പെട്ട ഒന്നായിരുന്നു. 1954 പ്രസിഡന്റ് അതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവ് അദ്ദേഹം ശരിവച്ചു. ജസ്റ്റിസ് KN വാൻഷു ഒഴികെ ഇതുവരെയുള്ള മറ്റെല്ലാ ചീഫ് ജസ്റ്റിസുമാരും ആദ്യം അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ജഡ്ജിയായവർ ആയിരുന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തിയവരിൽ ഔപചാരികമായ നിയമബിരുദം ഇല്ലാതിരുന്ന ഏക വ്യക്തി എന്ന പ്രത്യേകത ജസ്റ്റിസ് വാൻഷുവിനെ മറ്റെല്ലാ പേരിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. അദ്ദേഹം വിവാഹിതനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം മനഃപൂർവ്വം പൊതുജീവിതത്തിൽ നിന്നും അകലം പാലിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം പൂർണ്ണമായും സ്വകാര്യമായി സൂക്ഷിച്ചു. രാഷ്ട്രീയമായോ നീതിന്യായ വ്യവസ്ഥയുമായോ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ ആരെങ്കിലും തന്നെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതിന് രേഖകൾ ഒന്നും തന്നെ ഇല്ല. ഇന്ത്യയുടെ ആദ്യകാല ചീഫ് ജസ്റ്റിസുമാരിൽ പലരും തന്നെ അവരുടെ കുടുംബ മഹാത്മ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ പദവിയിൽ എത്തിച്ചേർന്നത്. എന്നാൽ ജസ്റ്റിസ് KN വാൻഷു അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയത്. ഇന്നൊരാൾക്ക് ജഡ്ജിയാകണമെന്നുണ്ടെങ്കിൽ നിയമബിരുദം അത്യാവശ്യം തന്നെയാണ്. എങ്കിലും ജസ്റ്റിസ് KN വാൻഷുവിൻ്റെ ജീവിതം ഒരു സന്ദേശം നൽകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔപചാരികമായ നിയമവിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും ഇല്ലെങ്കിൽ തന്നെയും ഒരാൾക്ക് ഈ നിയമവ്യവസ്ഥയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥാ ചരിത്രത്തിൽ അപൂർവവും ശ്രദ്ധേയവുമായ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. ഔപചാരിക നിയമവിദ്യാഭ്യാസമില്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ചീഫ് ജസ്റ്റിസായി അദ്ദേഹം തുടരുകയും ചെയ്യും. ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കും അദ്ദേഹം എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഇന്ന് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ ഓരോ പൗരനും നീതിപൂർണമായ ഒരു മനസ്സ് രൂപീകരിക്കേണ്ടതിൻ്റെ അത്യാവശ്യമുണ്ട്. അതിനുള്ള 2 ഉദാഹരണങ്ങളാണ് നവാബ് രാജേന്ദ്രനും ജോമോൻ പുത്തമ്പുരയ്ക്കലും. നവാബ് രാജേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും പ്രശസ്തരായ 10 വ്യക്തികളിൽ ഒരാൾ അദ്ദേഹമായിരുന്നു. മറ്റൊരാൾ യേശുദാസും ആയിരുന്നു. 1950 ജനിച്ച അദ്ദേഹം സാമൂഹിക പ്രവർത്തകനും പത്രപ്രവർത്തകനും ആയിരുന്നു. അദ്ദേഹത്തിന് നിയമബിരുദം ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം അഴിമതിക്കും സാമൂഹിക അനീതികൾക്കും എതിരെ പോരാടി. അതിനുവേണ്ടി അദ്ദേഹം ആരംഭിച്ച പത്രമായിരുന്നു നവാബ്. നിയമബിരുദം ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം തൻ്റെ കേസുകൾ സ്വന്തമായിട്ട് വാദിച്ചു. മിക്കവാറും എല്ലാ കേസുകളും തന്നെ വിജയിക്കുകയും ചെയ്തു. സാമൂഹ്യ നീതിക്കും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച
ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു ധൈര്യശാലിയായിരുന്നു അദ്ദേഹം. 2003 ഒക്ടോബർ മാസം 10 അദ്ദേഹം അന്തരിച്ചു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ. സിസ്റ്റർ അഭയ കേസുമായി ബന്ധപ്പെട്ട് അഭയ ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറായിരുന്നു അദ്ദേഹം. വെറുമൊരു ആത്മഹത്യയായി മാറുമായിരുന്ന സിസ്റ്റർ അഭയയുടെ കൊലപാതകം 28 വർഷത്തെ നീണ്ട നിയമ യുദ്ധങ്ങൾക്കൊടുവിൽ അവസാനം CBI കോടതിയെ കൊണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിച്ചതും അവരെ ശിക്ഷിച്ചതും അദ്ദേഹത്തിൻ്റെ കഠിനശ്രമം ഒന്നുകൊണ്ട് മാത്രം ആയിരുന്നു. വെറും 8ാം ക്ലാസ് വരെ മാത്രമേ അദ്ദേഹത്തിന് ഔപചാരികമായ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹം നേരത്തെ ഒരു കൂലിത്തൊഴിലാളിയും ആയിരുന്നു. അദ്ദേഹവും തൻ്റെ കേസുകൾ സ്വന്തമായിട്ട് തന്നെയാണ് വാദിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു കൃതിയാണ്. ആരും വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങി വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ 3 വ്യക്തികളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ ജസ്റ്റിസ് KN വാജുവിൻ്റെ കാര്യം ഇന്ത്യയിൽ മിക്കവാറും ആർക്കും തന്നെ അറിയാത്ത ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.